നമസ്തേ. രാജേന്ദ്രൻ ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന ദേശീയ അന്തർദേശീയ വാർത്തകൾ നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വീണ്ടും പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ശശി തരൂർ. ആഗോള വേദികളിൽ മോദി ഭാരതത്തിന്റെ സ്വത്ത്. ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ സന്ദേശമായിരുന്നുവെന്നും ദ ഹിന്ദു പത്രത്തിൽ ലേഖനം. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇറാനുമേൽ ഇസ്രായേലിന്റെ കനത്ത പ്രഹരം. സൈനിക ആസ്ഥാനവും യുദ്ധവിമാനങ്ങളും തരിപ്പണമാക്കി. 6 വിമാനത്താവളങ്ങളിലെ റൺവേകളിൽ ബോംബ് മഴ. ഇറാനെ സഹായിക്കാമെന്ന റഷ്യ. ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇസ്രായേലിൽ നിന്നുള്ള ഭാരതീയരുടെ ആദ്യ സംഘം ഇന്നെത്തും. പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തുക 161 പേർ. പശ്ചിമബംഗാളിൽ തൃണമൂൽ ബോംബേറിൽ പെൺകുട്ടി കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട്. മരിച്ചത് 13-കാരി തമന്ന ഖാത്തൂൺ. ബോംബേറ് കാളിഗഞ്ച് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയുടെ ഭൗതികദേഹം നാളെ നാട്ടിലെത്തിക്കും. മൃതദേഹം തിരിച്ചറിഞ്ഞത് DNA പരിശോധനയിലൂടെ. തിരിച്ചറിഞ്ഞത് അപകടം നടന്ന് 11 ദിവസങ്ങൾക്ക് ശേഷം. കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂരിന്റെ ദ ഹിന്ദു ദിനപത്രത്തിലെ ലേഖനം പങ്കുവച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചും ലോകരാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര സന്ദർശനത്തെക്കുറിച്ചുമുള്ള ലേഖനമാണ് പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും തുടർന്നുള്ള ദൗത്യത്തെയും പ്രകീർത്തിക്കുന്നത് കൂടിയാണ് ഈ ലേഖനം. ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ലേഖനത്തിന്റെ ഉള്ളടക്കം? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നയതന്ത്ര സംഘത്തിൻ്റെ യാത്ര അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ആ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ ശശി തരൂർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രത്യേകമായ പരിഗണന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. വീണ്ടും അദ്ദേഹത്തെ ഗ്രീസ്, UK, അതോടൊപ്പം തന്നെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുക എന്നൊരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തിരുന്നു. അത് തരൂരിലുള്ള അങ്ങേയറ്റം നയതന്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ തരൂരിലുള്ള അങ്ങേയറ്റം വിശ്വാസമായിരുന്നു പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഇതാ ഇന്നിപ്പോൾ ദ ഹിന്ദുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം, ശശി തരൂരിൻ്റെ ഒരു ലേഖനം വന്നിരിക്കുന്നു. അതിൽ ഓപ്പറേഷൻ സിന്ദൂറും അതേ തുടർന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് പോയ നയതന്ത്ര സംഘത്തെക്കുറിച്ചും അതിനോട് പ്രധാനമന്ത്രി എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ള കാര്യമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ഒരു ലേഖനം ദ ഹിന്ദുവിൽ ശശി തരൂർ എഴുതിയത്. ആ ലേഖനം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO ഷെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സമൂഹ മാധ്യമത്തിൽ അത് ഷെയർ ചെയ്തിരിക്കുന്നു. അതിൽ വിശദമായി തന്നെ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രധാനമന്ത്രി അതിനോടെടുത്ത കർശനമായ ഈ പാകിസ്ഥാനെതിരെ എടുത്ത കർശനമായ നിലപാട്, തുടർന്ന് ലോകരാജ്യങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നയതന്ത്ര സംഘത്തെ ഉണ്ടാക്കിയതും അതിൽ വിജയം കൈവരിച്ചതുമായ കാര്യങ്ങൾ, അങ്ങനെയെല്ലാം തന്നെ ശശി തരൂർ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഏറ്റവും കൗതുകകരമായ കാര്യം, പാർട്ടിയിൽ നിന്നടക്കം വലിയ വിമർശനം ഉയർന്നിട്ടും ശശി തരൂർ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും തുടർച്ചയായി പുകഴ്ത്തുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരടി പോലും പിന്നോക്കം പോയിട്ടുമില്ല. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുമായോ പാർട്ടി അധ്യക്ഷനുമായോ രാഹുൽ ഗാന്ധിയുമായോ ഒക്കെ ചർച്ച ശശി തരൂർ നടത്തിയിട്ടുമില്ല. ഇതാ അദ്ദേഹം വീണ്ടും ലേഖനം എഴുതുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയും കേന്ദ്രവും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വീണ്ടും ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്നു. ശശി തരൂർ BJP-യിലേക്കോ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ നേരത്തെയുണ്ട്. അത് കൂടുതൽ ശക്തമാവുകയാണ്. ശ്രീകാന്ത്, ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നടക്കം ഉയരുന്ന ചോദ്യങ്ങളും ആശങ്കകളുമാണ്. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോടൊപ്പം തന്നെ ദേശീയ നേതൃത്വവും പല തവണ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ശശി തരൂരിനോട് ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. വീണ്ടും നയതന്ത്ര ഇടപെടലിനായി ഔദ്യോഗികമായിട്ട് വിദേശത്തേക്ക് പറക്കാൻ ഒരുങ്ങുകയുമാണ് തരൂർ. നേരത്തെ ഉദിത് രാജ, ജയറാം രമേശ്, സംഘടനാ സെക്രട്ടറി കൂടിയായ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ, അങ്ങനെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ശശി തരൂരിനെ ഈ വിഷയത്തിൽ വിമർശിച്ചതാണ്. അതിരൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ഒരു കർശന നടപടി ശശി തരൂരിനെതിരെ എടുക്കാൻ മടിക്കുന്നുണ്ട്.
അതും ശശി തരൂർ അവസരമായി ഉപയോഗിക്കുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ തരൂരിനെ അവഗണിക്കുക എന്ന നിലപാടാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വം തുടർന്നു പോരുന്നത്. തൽക്കാലം തരൂരിൻ്റെ പ്രവൃത്തികൾ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ അവരുടെ പല ശ്രേണിയിലുള്ള നേതാക്കൾ പരസ്യമായ വിമർശനം നടത്തുന്നുമുണ്ട്. പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര കാര്യങ്ങളിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ തന്നെയുള്ള, രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും പ്രമുഖനായ വ്യക്തി എന്ന രീതിയിലാണ് തരൂരിൻ്റെ സേവനം ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നയതന്ത്ര പ്രതിനിധികളുമായി വിവിധ രാജ്യങ്ങളിലേക്ക് പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയത് തരൂരിൻ്റെ സംഘമാണ്. അതിനാൽ തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്രവും അങ്ങേയറ്റം ഇത്തരം കാര്യങ്ങളിൽ തരൂരിനെ ആശ്രയിക്കുന്നുണ്ട്. തരൂര് കോൺഗ്രസിനോട് ഈ ഘട്ടത്തിൽ അവർ ഇത്രയും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടും ചർച്ചയ്ക്ക് വഴങ്ങാത്തത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് അവരെ സമീപിക്കാത്തതും, ഒപ്പം പ്രധാനമന്ത്രിയും കേന്ദ്രവും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതും കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. തരൂർ പാത വെട്ടുന്നത് BJP-യിലേക്കാണോ എന്ന സംശയം തന്നെയാണ് അവർക്കുള്ളത്. പക്ഷേ അത് അവർക്കും സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിനപ്പുറം അവർ ശശി തരൂരിന് ഒരവസരം അങ്ങോട്ട് കടന്നാക്രമിച്ചുകൊണ്ട് തരൂരിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. ശരി, എന്തായാലും ആഗോള വേദികളിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തിന്റെ സ്വത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുമുണ്ട്. ശശി തരൂരിന്റെ ദ ഹിന്ദു ദിനപത്രത്തിലെ ലേഖനമാണ് ചർച്ചാ വിഷയം. മറ്റു വാർത്തകളിലേക്ക്. അശാന്തം പശ്ചിമേഷ്യ. ഇറാൻ വീണ്ടും കനത്ത തിരിച്ചടിയുമായി ഇസ്രായേൽ. ഇറാനിലെ വിമാനത്താവളങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം റൺവേകളും ഭൂഗർഭ ഹാങ്ങറുകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ആസ്ഥാനം കൂടി തകർത്തിട്ടുണ്ട്. ഫോഡോ ആണവ നിലയത്തിൽ വീണ്ടും ആക്രമണം ഇസ്രായേലിന്റെ വക കൂടി ഇന്ന് നടത്തി. അതേസമയം ഇറാനെ സഹായിക്കാൻ തയ്യാറാണെന്ന് റഷ്യ പരസ്യമായി പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേലുമായുള്ള സംഘർഷം പരിഹരിക്കാൻ ഇറാനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി പുടിൻ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാനുള്ള നീക്കം കൂടി ഇറാന്റെ ഭാഗത്തുണ്ട് എന്നുകൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ബിൽ പാസാക്കാൻ ഇറാൻ പാർലമെന്റ് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഐസൻ, പശ്ചിമേഷ്യൻ സംഘർഷം നാൾക്ക് നാൾ കൂടുകയാണ്, ആശങ്ക കൂടുകയാണോ? പശ്ചിമേഷ്യൻ സംഘർഷം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നതിനപ്പുറം പശ്ചിമേഷ്യയിലെ ഈ ഇറാൻ്റെ സാന്നിധ്യം, ഇറാൻ്റെ ഒരു ശക്തമായ സൈനിക സാന്നിധ്യമായി ഇസ്രായേലിനെതിരെ നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഇറാനെ ഇല്ലാതാക്കുക എന്ന കൃത്യമായ ഒരു അജണ്ട ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് 10 ദിവസത്തോളമായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണം തുടരുന്നു. അതിനിടെ ഇക്കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയുടെ അതിശക്തമായ ഒരു ആക്രമണം, B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായ ആക്രമണം നടന്നു. അതിൽ ഫോഡോ ആണവ കേന്ദ്രം പൂർണ്ണമായും തകർക്കുകയും ചെയ്തു എന്നാണ് അന്ന് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത്. ഫോഡോയ്ക്ക് പുറമേ 2 മറ്റു ആണവ കേന്ദ്രങ്ങളും തകർത്തു. ഏറ്റവും സുപ്രധാനമായ ആണവ കേന്ദ്രമാണ് ഫോഡോ എന്ന് പറയുന്നത്. ഈ ഫോഡോ ആണവ കേന്ദ്രത്തിൽ വൻതോതിൽ ഇത്തരത്തിലുള്ള ആണവ സംവിധാനങ്ങൾ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു സാഹചര്യമുള്ളതിനാൽ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഫോഡോ ആണവ താവളത്തിൽ അമേരിക്കയുടെ ആക്രമണം നടക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ തന്നെ നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗമായി അതിൽ വലിയ ആഘാതങ്ങൾ ഏൽക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ആ പൊട്ടിത്തെറിയുടെ ഭാഗമായി ഭൂകമ്പം പോലും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള അതിശക്തമായ ആക്രമണം ഫോഡോ ആണവത്താവളത്തിനെതിരെയും അതുപോലെ തന്നെ മറ്റു വിമാനത്താവളങ്ങൾക്കെതിരെയും നടത്തുന്നുണ്ടായിരുന്നു ഇസ്രായേൽ. ഇന്നലെ ഈ നടന്ന ആക്രമണം, അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ ആക്രമണത്തിന് പിന്നാലെ വീണ്ടും ശക്തമായൊരു മുന്നേറ്റം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിലുണ്ടായിരിക്കുകയാണ്. 6ഓളം വിമാനത്താവളങ്ങളിലെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ റൺവേകളും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഹാങ്ങറുകൾ, അതായത് ഭൂമിക്കടിയിലുള്ള വിമാനങ്ങളെ സംരക്ഷിക്കുന്നതിന് അത് വിമാനങ്ങൾ അഴിച്ചുപണിയുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് ഹാങ്ങറുകളും തകർത്തു. അതായത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമാക്കി വിമാനങ്ങൾ പറന്നു പൊങ്ങാനുള്ളൊരു സാധ്യത ഇല്ലാതാക്കുക എന്ന ഒരു യുദ്ധത്തിനുള്ള ഒരുക്കത്തെ തടയുക എന്നൊരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു നടപടി ഈ വ്യോമത്താവളങ്ങൾക്ക് നേരെ നടക്കുന്നു. അതുപോലെ തന്നെ റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ആസ്ഥാന കേന്ദ്രം തകർത്തു. അതുപോലെ തന്നെ ടെലിവിഷൻ കേന്ദ്രം തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ കേന്ദ്രങ്ങൾ, പോലീസ് ആസ്ഥാനങ്ങൾ, പോലീസ് ഇൻ്റലിജൻസ് ആസ്ഥാനങ്ങൾ, ആഭ്യന്തര പോലീസ് സുരക്ഷാ സംവിധാനങ്ങളുടെ ആസ്ഥാനങ്ങൾ, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ആക്രമണം നടത്തി അതെല്ലാം തകർത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്.
അറിയിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, ഏതെങ്കിലും നീക്കങ്ങൾ കൃത്യമായി ഭരണകൂടത്തിൻ്റെ കൈവശം എത്തുന്നത് കൃത്യമായി തടയുക, അതുവഴി ആക്രമണത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുക എന്ന കൃത്യമായ ഒരു യുദ്ധതന്ത്രം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു രണ്ടാം ഘട്ട നീക്കം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നൊരവസ്ഥയിൽ ഈ നയതന്ത്ര ഇടപെടലുകളുടെ സാധ്യതകൾ ഉയർന്നു വരുന്നത്. നേരത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതുപോലെ പുടിനും അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷമായിരുന്നു ഫോണിൽ സംസാരിച്ചത്. ആ സംസാരിച്ചതിന് ശേഷം ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ആ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളെല്ലാം നിരീക്ഷിക്കുന്നു. അതായത് ഇസ്രായേലിലെ വിഷയങ്ങളും അതുപോലെ തന്നെ ഇറാനുമായുള്ള സംഘർഷത്തിൻ്റെ വിഷയങ്ങളും നിരീക്ഷിക്കുകയാണ് എന്നാണ് അറിയിച്ചത് റഷ്യയുടെ പ്രസിഡന്റ് അറിയിച്ചത്. ഇന്ന് റഷ്യൻ പ്രസിഡന്റുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അടുത്ത നടപടികളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. നയതന്ത്ര തലത്തിൽ പിന്തുണ നൽകാമെന്നൊരു വാഗ്ദാനമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള പിന്തുണ നൽകുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ നീതീകരിക്കാനാവാത്തത് എന്ന് പുടിൻ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവവികാസം അന്താരാഷ്ട്ര തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള പാർലമെന്റിന്റെ നീക്കമാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രസ്താവന കൂടി പുറത്തു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഐസൻ, കൂടുതൽ വിവരം ദയവായി ശേഖരിക്കുക. വൈറ്റ് ഹൗസ് വക്താവ് തന്നെ അറിയിച്ചിരിക്കുന്നത് പ്രകാരം കൂടുതൽ നയതന്ത്ര ചർച്ചകൾക്ക് ട്രംപ് തയ്യാറാണ് ഇറാനുമായി എന്നുള്ള പ്രസ്താവന വരുന്നു. പീസ്ഫുൾ റെസൊല്യൂഷൻ, സമാധാനപരമായ ഒരു സൊല്യൂഷന് അമേരിക്ക തയ്യാറാണ് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്നും പറയുന്നു. വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി തന്നെയാണ് ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളതും. തീർച്ചയായും വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം, അതായത് തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്നലെ വാർത്താസമ്മേളനം, അതായത് ഈ ആക്രമണം നടന്നതിന് ശേഷം ഒരു വാർത്താസമ്മേളനം പീറ്റ് ഹെഗ്സത്ത് നടത്തിയിരുന്നു. പീറ്റ് ഹെഗ്സത്തിൻ്റെ വാക്കുകൾ തന്നെ അതായിരുന്നു, യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തങ്ങളുടെ ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അലയായ രാഷ്ട്രത്തെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ഒരുമ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ നടപടിയിലേക്ക് നീങ്ങാൻ തങ്ങൾക്ക് സാധിക്കുമെന്നതിന് തെളിവ് കൂടിയാണ് ഈ ആക്രമണം എന്നാണ് കൃത്യമായി പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നടന്ന ആക്രമണത്തിന് പിന്നാലെ നടന്ന ട്രംപിൻ്റെ ട്വീറ്റും അതുപോലെ തന്നെയായിരുന്നു. ആ ട്വീറ്റ് സമൂഹ മാധ്യമ പോസ്റ്റിലും കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, ആക്രമണം നടത്തി വിമാനങ്ങൾ തിരിച്ച് തുടങ്ങിയ സ്ഥലത്ത് എവിടെ നിന്നാണോ ആക്രമണം ആരംഭിക്കാൻ പറന്നുയർന്നത് അവിടെ തന്നെ തിരിച്ചെത്തി എന്നതായിരുന്നു ആ ട്വീറ്റ് തന്നെ. അത്തരത്തിൽ ആ ഒരു ആക്രമണം ഫോർഡോ ആണവ താവളം, അതുപോലെ തന്നെ മറ്റു ആണവ കേന്ദ്രങ്ങൾ, അത്തരത്തിലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തുക. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ ആവശ്യപ്പെട്ടതുപോലെയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ. അത് പ്രയോഗിക്കാൻ സാധ്യമാകുന്നത് B-2 വിമാനങ്ങളിൽ മാത്രമാണ്. ആ B-2 വിമാനങ്ങളും ഉൾപ്പെടെ ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ ഫോർഡോ ആണവ നിലയം തകർക്കുകയും ചെയ്തത്. അതിൻ്റെ ഒരു അനുബന്ധമായി തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് ഈ മറുപടി ഉണ്ടായിരിക്കുന്നത്. ഇനിയും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു സമാധാന ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തെ മാറ്റുന്ന കാര്യം ഇറാനിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടി വരും എന്നുകൂടി വൈറ്റ് ഹൗസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് അപ്രകാരമാണെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഐസൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഫോർഡോ ആണവ നിലയത്തിൻ്റെ കാര്യം. എന്തായാലും ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയതും തച്ചുടച്ചതും. ഇതിൽ ഫോർഡോ നിലയം തകർന്നത് ഡൊണാൾഡ് ട്രംപ് പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്തു. ഫോർഡോ തകർക്കുക എന്നത് ഇസ്രായേലിനും അനിവാര്യതയായിരുന്നു. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime, Fordo, Natanz, and Esfahan. ഇറാന്റെ ആണവ നിലയങ്ങൾ നശിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ എടുത്തു പറഞ്ഞ ആണവ നിലയത്തിന്റെ പേരാണ് ഫോർഡോ. ട്രംപ് എന്തിനാകും ഫോർഡോയുടെ പേര് എടുത്തു പറഞ്ഞത്? മാസങ്ങൾക്ക് മുൻപേ ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയെക്കുറിച്ച് ഇസ്രയേൽ അമേരിക്കയോട് സൂചിപ്പിച്ചപ്പോഴും പ്രത്യേകം പരാമർശിച്ചത് ഫോർഡോ ആണ്. ഫോർഡോയെ നശിപ്പിക്കാൻ ഇസ്രയേലിന് ഒറ്റയ്ക്കാകില്ലെന്നും അമേരിക്കയുടെ സഹായം വേണ്ടിവരുമെന്നും വിമർശകരെ പോലെ നെതന്യാഹുവിനും ബോധ്യമുണ്ടായിരുന്നു. മലകൾക്കിടയിൽ ഇറാൻ ഒളിപ്പിച്ച ആണവ കേന്ദ്രം. ടെഹ്റാനിൽ നിന്നും 95 കിലോമീറ്റർ അകലെ കോം എന്ന പ്രദേശത്താണ് ഫോർഡോ. മലമടക്കുകൾക്ക് ഇടയിലുണ്ടാക്കിയ തുരങ്കം.
ഏതാക്രമണവും ചെറുക്കാനാകുന്ന ശേഷി. ഭൗമോപരിതലത്തിൽ നിന്നും 300 അടി താഴ്ചയിലാണ് ഫോർഡോ. യുറേനിയം വൻതോതിൽ ഇറാൻ സംഭരിച്ച് സമ്പുഷ്ടീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. മാത്രമല്ല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മിസൈൽ താവളത്തിന്റെ ഭാഗവുമായിരുന്നു. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഫോർഡോ. IAEAയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാന് 5-ൽ കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രം മതിയാകും. 2015-ൽ US-മായി ഉണ്ടാക്കിയ ആണവ കരാർ പ്രകാരം ഫോർഡോയിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഇറാൻ നിർത്തിവച്ചിരുന്നു. എന്നാൽ 2018-ൽ കരാറിൽ നിന്നും ട്രംപ് പിന്മാറിയതിനെ തുടർന്ന് ഇറാൻ പ്രവർത്തനം പുനരാരംഭിച്ചു. പാറകൾക്കും കോൺക്രീറ്റിനുമിടയിലെ ഫോർഡോ ആണവ കേന്ദ്രത്തിന്റെ ആഴത്തിലെത്താൻ US-ന്റെ GBU-57 എന്ന ബങ്കർ ബസ്റ്റർ ബോംബിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇതിനാണ് ഇസ്രയേൽ അമേരിക്കയുടെ സഹായം തേടിയതും. ഫോർഡോയിൽ ബങ്കർ ബസ്റ്റർ തുളച്ചു കയറിയപ്പോൾ ഇറാന് സ്വാഭാവികമായും പൊള്ളി. കീഴടങ്ങാതെ ഇറാന് മുൻപിൽ മറ്റെന്ത് പോംവഴി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ തുടരുമ്പോഴും ഭാരതീയരെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒക്കെ തിരികെ കൊണ്ടുവരുന്നത് ഭാരതവും തുടരുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇസ്രായേലിൽ നിന്നുള്ള ഭാരതീയരുടെ ആദ്യ സംഘം ഇന്ന് രാത്രിയോടെ എത്തും. ഇന്ന് രാത്രി 11:30 പ്രത്യേക വിമാനത്തിൽ ആദ്യ സംഘം ഭാരതീയർ ഡൽഹിയിലെത്തും. 161 പേരാണ് ഈ വിമാനത്തിലുള്ളത്. ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിച്ച് ജോർദാനിൽ എത്തിച്ച ശേഷമാണ് വ്യോമമാർഗം ഡൽഹിയിലേക്ക് ഇവരെ കൊണ്ടുവരുന്നത്. ശ്രീകാന്ത് ചേരുകയാണ് വീണ്ടും. ശ്രീകാന്ത്. ഓപ്പറേഷൻ സിന്ധു ഇപ്പോൾ ഇറാനിൽ നിന്നും ഇസ്രയേലിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ. നിലവിൽ ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ആദ്യ ബാച്ച് ഇന്ന് രാത്രി എത്തും. രാത്രി 11:30 പ്രത്യേക വിമാനത്തിൽ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലാണ് എത്തുന്നത്. 161 പേരുടെ സംഘമാണ് ഇന്ത്യയിലേക്ക് തിരികെ വരുന്നത്. ഇസ്രായേലിൽ നിന്നും ഇവരെ ഒഴിപ്പിച്ച് ജോർദാനിൽ എത്തിച്ച ശേഷം വ്യോമമാർഗം ഡൽഹിയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. നമുക്കറിയാം ഇറാനിൽ തുടർച്ചയായ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ അമേരിക്ക കൂടി പങ്കാളിയായതിന് പിന്നാലെ സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യമാണുള്ളത്. തുടർന്നാണ് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരോടുകൂടി എംബസിയിൽ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. തിരിച്ചു മടങ്ങാൻ താല്പര്യമുള്ള മുഴുവൻ പേരെയും ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഡൽഹിയിലെത്തിക്കും. തുടർന്നായിരിക്കും അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുക. ശരി. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മളിപ്പോഴും മുക്തരായിട്ടില്ല. വിദേശത്തുണ്ടായ ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചത് കനിഷ്ക വിമാന ദുരന്തത്തിലാണ്. കാനഡയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നുയർന്ന വിമാനം തീഗോളമായി പതിച്ച് 29 മലയാളികൾ ഉൾപ്പെടെ 329 പേരുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത്. ഖലിസ്ഥാൻ ഭീകരരുടെ കൂട്ടക്കുരുതിയുടെ നടുക്കുന്ന ഓർമ്മകളുടെ 40ാം വാർഷികമാണ് ഇന്ന്. 4 പതിറ്റാണ്ട് മുൻപ് 1985 ജൂൺ 23 സമയം രാവിലെ 8:13 കാനഡയിലെ മോൺട്രിയോളിൽ നിന്ന് ലണ്ടൻ വഴി മുംബൈയിലേക്ക് പറക്കുകയായിരുന്നു എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം. ലണ്ടനിൽ എത്തുന്നതിന് മുൻപ് 45 മിനിറ്റ് മുൻപ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ 31,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ തീഗോളമായി സമുദ്രത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഖലിസ്ഥാൻ ഭീകരരുടെ ആക്രമണത്തിൽ 22 ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും കത്തിച്ചാമ്പലായി. 3 ദിവസം കൊണ്ടാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. സാങ്കേതിക തകരാറാകും വിമാനാപകടത്തിന് പിന്നിലെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പരിശോധനയിൽ ബോംബ് സ്ഫോടനമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. സിഖ് ഭീകര സംഘടനയായ ബബാർ ഖൽസയാണ് സ്ഫോടനം നടത്തിയതെന്ന് ഭാരതത്തിലെയും കാനഡയിലെയും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഖലിസ്ഥാൻ ഭീകരവാദം ശക്തി പ്രാപിച്ചതോടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവിട്ടതാണ് ഖലിസ്ഥാനികളെ പ്രകോപിപ്പിച്ചത്. ഓപ്പറേഷന്റെ ഭാഗമായി ഖലിസ്ഥാൻ ഭീകരൻ ജർണൈൽ സിംഗ് ഭന്ദ്രൻവാലയും അനുയായികളെയും അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ കടന്നുകയറി വധിച്ചു. ഓപ്പറേഷന് പിന്നാലെയാണ് കാനഡയിലെ ഖലിസ്ഥാനികൾ പ്രതികാര നടപടികൾക്ക് പദ്ധതിയിട്ടത്. കാനഡ പോലീസും സുരക്ഷാ ഏജൻസികൾക്കുമുണ്ടായ ഗുരുതരമായ വീഴ്ചകളാണ് സ്ഫോടനത്തിന് വഴിതെളിച്ചതെന്ന് കാനഡ പിന്നീട് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കനേഡിയൻ സർക്കാരിന് 20 വർഷം വേണ്ടിവന്നു. അതുവരെ എയർ ഇന്ത്യയുടെയും രാജ്യത്തിന്റെയും മാത്രം പ്രശ്നമായി മുദ്രകുത്തപ്പെട്ടു. 268 കനേഡിയൻ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടും ഭീകരവാദ വേരുകൾ പരിശോധിക്കാൻ കാനഡ തയ്യാറായില്ല. സമ്മർദ്ദങ്ങളെ തുടർന്നാണ് കാനഡ അന്വേഷണ കമ്മീഷനെ പോലും നിയമിച്ചത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കാനായി സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് ശ്രമമുണ്ടായി. ഇന്ത്യ നിയമിച്ച ജസ്റ്റിസ് കൃപാൽ കമ്മീഷനുമായി സഹകരിച്ചതുമില്ല. അങ്ങനെ കനേഡിയൻ സർക്കാരിന്റെ അന്വേഷണവും വിചാരണയും 20 വർഷം നീണ്ടു. ബോംബ് നിർമ്മിച്ചയാളെ 10 വർഷം തടവിന് ശിക്ഷിച്ചെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ശിക്ഷിക്കപ്പെട്ടില്ല. സർക്കാരിന്റെ മുഖം രക്ഷിച്ച് ഭീകരവാദത്തിന് കുടപിടിക്കുന്ന സമീപനമാണ് അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ബ്രയാൻ മൾറോണി നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ജനം.
നിരീക്ഷണം മെച്ചപ്പെടുത്താൻ നാഗാസ്ത്ര 1R ഡ്രോൺ സ്വന്തമാക്കാൻ ഭാരത സൈന്യം. സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡിൽ നിന്ന് 450 നാഗാസ്ത്ര കാമികസെ ഡ്രോണുകളാകും വാങ്ങുക. 360 ഡിഗ്രി ചുറ്റളവിൽ നിരീക്ഷണം നടത്താൻ നാഗാസ്ത്രയ്ക്ക് ആകും. രാത്രിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനായി തേർമൽ ക്യാമറയുമുണ്ട്. ആയുധത്തിന്റെ 80% തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. ഉത്തർപ്രദേശിലെ ഝാൻസി, ബാബന എന്നിവ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇത് പരീക്ഷിച്ചിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ വിവിധ യൂണിറ്റുകൾ സന്ദർശിക്കാൻ ചിലിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഭാരതത്തിൽ. ഖനനത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനായി സംഘം 3 ആഴ്ച ഭാരതത്തിന്റെ വിവിധ യൂണിറ്റുകൾ സന്ദർശിക്കുമെന്ന് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോണ്ടിന്റെയും സാന്നിധ്യത്തിൽ HCLഉം കോഡൽകോയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. യുദ്ധക്കപ്പലായ INS തമാൽ ജൂലൈ 1 നാവികസേനയുടെ ഭാഗമാകും. റഷ്യൻ സഹകരണത്തോടെ നിർമ്മിച്ച ഭീമൻ യുദ്ധക്കപ്പലിന്റെ 26% ഭാഗങ്ങളും നിർമ്മിച്ചത് ഭാരതത്തിലാണ്. കടലിലും കരയിലും ലക്ഷ്യമിടാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ തമാലിൽ ഉണ്ടാകും. തുഷിൽ ക്ലാസിലെ 2ാമത്തെ കപ്പലാണ് ഇത്. ഭാവിയിൽ നാവികസേനയ്ക്ക് ആവശ്യമായ കപ്പലുകളെല്ലാം ഭാരതത്തിലാകും നിർമ്മിക്കുക. അതിനാൽ അവസാനമായി ഇറക്കുമതി ചെയ്യുന്ന യുദ്ധക്കപ്പൽ കൂടിയാകും INS തമാൽ. RSS അഖില ഭാരതീയ പ്രാന്ത പ്രചാരക് ബൈഠക് ജൂലൈ 4 മുതൽ 6 വരെ ഡൽഹിയിൽ നടക്കും. RSS കാര്യാലയമായ കേശവ് കുഞ്ചിലാണ് ബൈഠക് നടക്കുക. പ്രാന്ത പ്രചാരകരും സഹപ്രാന്ത പ്രചാരകരും ക്ഷേത്ര പ്രചാരകരും സഹക്ഷേത്ര പ്രചാരകരും ബൈഠക്കിൽ പങ്കെടുക്കും. വരുന്ന വിജയദശമി മുതൽ ആരംഭിക്കുന്ന സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലെ പ്രവർത്തന പദ്ധതികളാണ് പ്രധാനമായും ചർച്ചയാകുക. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, സർക്കാര്യവാഹ ദത്താത്രേയ ഹോസബിളെ, സഹസർക്കാര്യവാഹുമാർ തുടങ്ങിയവർ ബൈഠക്കിൽ സംബന്ധിക്കും. അടുത്തിടെ പൂർത്തിയായ സംഘത്തിന്റെ ശിക്ഷാവർഗങ്ങളുടെ റിപ്പോർട്ട് അവതരണവും അവലോകനവും ബൈഠക്കിൽ നടക്കുമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ അംബേദ്കർ അറിയിച്ചു. RSSന്റെ സംഘടനാ സംവിധാനത്തിൽ 11 ക്ഷേത്രങ്ങളും 46 പ്രാന്തങ്ങളുമാണ് ഉള്ളത്. രാജ്യതലസ്ഥാനത്ത് ABVPയുടെ പ്രതിഷേധം. ഇടതുപക്ഷ സർക്കാരിന്റെ സംരക്ഷണത്തിൽ SFI പ്രവർത്തകർ ABVP സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചതിലായിരുന്നു പ്രതിഷേധം. ഡൽഹി കേരള ഹൗസിലേക്കാണ് ABVP മാർച്ച് നടത്തിയത്. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ചൂണ്ടിക്കാണിക്കുന്നവരെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്നും ABVP പറഞ്ഞു. ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയും ആക്രമണം നടത്തിയതോടെ പിടിച്ചു നിൽക്കാൻ 19ാം അടവ് പയറ്റുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഹോർമുസ് അടയ്ക്കാൻ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും തീരുമാനിച്ചാൽ അത് ഭാരതത്തെ എങ്ങനെയാകും ബാധിക്കുക? പരിശോധിക്കാം. ഒരു ദിവസം ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നത് 2 കോടി ബാരൽ എണ്ണയാണ്. അതായത് ആഗോള എണ്ണ നീക്കത്തിന്റെ ആകെ 20%. ഹോർമുസ് പൂട്ടാനുള്ള തീരുമാനം ഇറാൻ കൈക്കൊണ്ടാലും അത് ഭാരതത്തെ ബാധിക്കില്ല. സൗദി അറേബ്യ, റഷ്യ, അമേരിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുന്നുണ്ട്. മാത്രമല്ല, സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ ആശങ്കയില്ലെന്നും ആവശ്യമായ ഇന്ധനം പക്കലുണ്ടെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി Hardeep Singh Puri പറഞ്ഞിരുന്നു. But as I've been saying for a long time, there is enough oil available in the global markets. More and more oil is coming on the global markets, particularly from the Western Hemisphere. And even the traditional suppliers would be interested in keeping the supplies on because they also need the revenue. So hopefully the market will factor that in. But as I said, the Modi government has over the past several years not only ensured the stability of supplies but also affordability, and we will take all necessary measures to ensure that. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ധന വിതരണം നമ്മൾ വൈവിധ്യവൽക്കരിച്ചിരുന്നു എന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2022 മുതൽ റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെയാണ് എണ്ണയ്ക്കായി ഭാരതം കൂടുതലും ആശ്രയിക്കുന്നത്. ഇറാന്റെ തീരുമാനങ്ങൾ അതിനാൽ തന്നെ ഭാരതത്തെ ബാധിക്കില്ലെന്ന് ചുരുക്കം. ഇതിനൊരു മറുവശമുണ്ട്. ഇറാൻ ഇനി ശരിക്കും ഹോർമുസ് അടയ്ക്കുമോ? ഇല്ലെന്നാണ് വിലയിരുത്തൽ. പിടിച്ചു നിൽക്കാനായി ഇറാൻ ഹോർമുസ് കാട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും
അടയ്ക്കാൻ പെട്ടെന്ന് കഴിയില്ല. ഇറാൻ വിൽക്കുന്ന എണ്ണയുടെ 96% സഞ്ചരിക്കുന്നത് ഹോർമൂസിലൂടെയാണ്. ചൈനയെപ്പോലുള്ള ഇറാന്റെ സൗഹൃദ രാജ്യങ്ങൾ ആശ്രയിക്കുന്നതും ഈ വഴി തന്നെ. ചൈനയിലേക്കുള്ള എണ്ണയുടെ 50%, LNGയുടെ 10% ഹോർമൂസ് വഴിയാണ് പോകുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രഹരത്തിൽ ഒരുപോലെ തകർന്ന ഇറാൻ കൂടുതൽ നഷ്ടം വരുത്താൻ മുതിരുകയുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യം രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.